യോഗാധ്യക്ഷ പ്രൊഫസർ ഡോക്ടർ ബീന മാത്യു, പ്രൊഫസർ ഇൻ ചാർജ് ഓഫ് ദ വൈസ് ചാൻസലർ, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ കെ, MG യൂണിവേഴ്സിറ്റിയിൽ 4-year UG പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ബിജു പുഷ്പൻ, അഡ്വക്കേറ്റ് റെജി സക്കറിയ, ഡോക്ടർ ഷാജില BV, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ശ്രീജിത്ത്, ഇന്ന് ഇവിടെ 4-year UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവതരണങ്ങൾ നടത്തുന്ന അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സെല്ലിലെ റിസർച്ച് ഓഫീസേഴ്സായ ഡോക്ടർ സുധീന്ദ്രൻ കെ, ഡോക്ടർ ഷെഫീഖ്, ഡോക്ടർ സ്റ്റെഫീസ് തോമസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് PCM കോളേജ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പ്രിൻസിപ്പൽമാരെ, 4-year UG പ്രോഗ്രാമിൻ്റെ ചുമതലക്കാരായ അധ്യാപക സുഹൃത്തുക്കളെ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സർവതല സ്പർശിയുമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്കാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നാം തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് ഒട്ടേറെ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും നടപ്പാക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 6000 കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേരള സംസ്ഥാനം പറയുന്നതല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ലേറ്റസ്റ്റ് എഡിഷൻ ഇക്കണോമിക് റിവ്യൂ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1500 കോടിയിൽ പരം തുക കിഫ്ബിയിലൂടെയും റൂസയിലൂടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചും മറ്റും ചെലവാക്കി അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് നമ്മൾ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അക്കാദമിക ഗുണമേന്മയുടെ കാര്യത്തിലും ഒരു സർവകലാശാലയിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് നൽകുന്നതിനോ ഒക്കെ തന്നെ നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർവകലാശാലകളും കലാലയങ്ങളും ആർജിച്ചിട്ടുള്ള ദേശീയ ഗുണനിലവാര പരിശോധനകളിലെ ഗ്രേഡുകളും പെർഫോമൻസും എല്ലാം തന്നെ. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിരവധി കലാലയങ്ങൾ, 20 കലാലയങ്ങൾ A++ഉം 32 കലാലയങ്ങൾ A+ഉം 53 കലാലയങ്ങൾ A ഗ്രേഡും എല്ലാം നേടിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് എന്ന് വിളംബരം ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി സർവകലാശാല ടൈംസ് റാങ്കിങ്ങിൽ ശ്രദ്ധേയമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമാണ്. അത് അവിടെ പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. നാക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രക്രിയയിലേക്ക് പോകേണ്ടുന്ന കലാലയങ്ങളും പുതിയ കോളേജുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. എല്ലാ കോളേജുകളെയും ഏറ്റവും മികച്ച ഗ്രേഡോട് കൂടി സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ട് തന്നെ രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, പരിശീലനങ്ങൾ എല്ലാം നാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം ഗുണനിലവാരത്തിന്റെ കാര്യത്തിലും എക്സലൻസിന്റെ കാര്യത്തിലും മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് കാലാനുസാരിയായ പരിഷ്കരണങ്ങൾ എന്നുള്ള നിലയിൽ 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്തിന് ആവശ്യമായ നിലയിലുള്ള അഴിച്ചുപണികൾ, സമൂലമായിട്ടുള്ള പരിവർത്തനങ്ങൾ ക്യാമ്പസിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി നാം ആലോചിച്ചതും 4-year UG പ്രോഗ്രാം ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തതും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 2 വർഷക്കാലത്തെ നിശിതമായിട്ടുള്ള ചർച്ചകളുടെയും വിശദമായ ആലോചനകളുടെയും ഒക്കെ ഭാഗമായി തന്നെയാണ് നാം അതിലേക്ക് പോയിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 3 കമ്മീഷനുകളെ നിയോഗിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അംബേദ്കർ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ ശ്യാം ബി മേനോൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിൽ നടപ്പാക്കേണ്ടുന്ന
മാറ്റങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് സമയബന്ധിതമായ നിലയിൽ തന്നെ അവർ സമർപ്പിക്കുകയുണ്ടായി. പരീക്ഷാ പരിഷ്കരണത്തിന് MG യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ CT അരവിന്ദകുമാർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനാണ് പ്രവർത്തിച്ചത്. നിയമ പരിഷ്കരണത്തിനായിട്ട് നുവാൽസിന്റെ സ്ഥാപക വൈസ് ചാൻസലർ ഡോക്ടർ NK ജയകുമാർ, നിയമസഭാ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം കൂടി പങ്കുവഹിച്ചുകൊണ്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. ഈ 3 കമ്മീഷൻ റിപ്പോർട്ടുകളിലും മുന്നോട്ട് വയ്ക്കപ്പെട്ട എല്ലാ ആശയങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് പുതിയ മാറ്റങ്ങളിലേക്ക് പോകണം എന്ന് തീരുമാനം കൈക്കൊണ്ടത്. 4 ഇയർ UG പ്രോഗ്രാം നടപ്പാക്കാൻ ആലോചിക്കുമ്പോൾ അത് ലോകതലത്തിൽ തന്നെ ഇന്ന് ബിരുദ തലത്തിൽ 4 ഇയർ ആണ്, 4 വർഷ മാതൃകയാണ് പിന്തുടരുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി എന്നുള്ളത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്ലോബലൈസേഷന്റെ കാലത്ത് രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് കുട്ടികൾ ധാരാളം ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും തേടി പോകുന്നുണ്ട്. അത് നമുക്ക് അതിനോട് ഏത് രീതിയിൽ സമീപനമെടുക്കണം എന്ന കാര്യത്തിൽ ഞാനും നിങ്ങളൊക്കെ ഒരേ മാനസികാവസ്ഥയിലുള്ളവരാണ്. പക്ഷെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു പ്രക്രിയയല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് എല്ലാവിധ മാനവിക വിനിമയങ്ങളും നടക്കുമ്പോൾ വിദ്യാഭ്യാസവും ആ രീതിയിൽ തുറന്നു വയ്ക്കപ്പെടാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് എയർലൈൻസുകളുടെ അവൈലബിലിറ്റി, ലോണുകളുടെ അവൈലബിലിറ്റി ഇതെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികൾ അതിന് തയ്യാറാകുന്നു എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. അങ്ങനെ പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർവകലാശാലകളിൽ ഉന്നത പഠനത്തിനും തൊഴിലവസരങ്ങളിലേക്കും പോകണമെങ്കിൽ ഈ 4 ഇയർ കോഴ്സ് 4 ഇയർ ഡിഗ്രി എന്നുള്ളത് ഒരു മുന്നുപാധിയായി മാറുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. തന്നെയല്ല, നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നതിന്റെ ഭാഗമായി കൂടിയാണ് 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ള ആശയം ഏറ്റെടുക്കപ്പെടുന്നത്. 4 ഇയർ UG എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ നിലയിൽ 3 വർഷക്കാലം കൊണ്ട് 133 ക്രെഡിറ്റ് ആർജിച്ച് 3 വർഷം പൂർത്തീകരിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി ബിരുദധാരിയായി പുറത്തു പോകാനുള്ള അവസരവും നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളെ നമ്മൾ പരിമിതപ്പെടുത്തുന്നില്ല. ഡിഗ്രി 3 വർഷം കൊണ്ട് വേണമെന്നുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം നൽകുന്നു. കൂടുതൽ ആഴത്തിലുള്ള അറിവന്വേഷണങ്ങളിലേക്ക്, പ്രായോഗികമായ പ്രവർത്തനങ്ങളിലേക്ക്, ഗവേഷണോന്മുഖമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് 4ാം വർഷവും തുടർന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് 177 ക്രെഡിറ്റ് ആർജിച്ച് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കാം എന്ന നിലയിലാണല്ലോ നമ്മൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ ക്യാമ്പസുകളിൽ കൂടുതൽ സജീവമാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഒരു പുതിയ വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റണം എന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. അതിനനുസൃതമായ രീതിയിൽ സമൂഹത്തിന് കൂടി വേണ്ടുന്നതായിട്ടുള്ള പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനോൽപാദനത്തിന് ശേഷിയുള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റണം. ഇവിടെ യോഗ അധ്യക്ഷ അത് വിശദമായിട്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ അറിവുകൾ വികസിപ്പിച്ചുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉൾപ്പെടെ കഴിയുന്ന ഏജൻഷ്യൽ കപ്പാസിറ്റിയുള്ള വിദ്യാർത്ഥികളെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് സർവകലാശാലകളും കോളേജുകളും എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ കുട്ടികൾ അറിവിന്റെ പാസീവ് കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ആക്റ്റീവ് ഏജൻസ് ആയിട്ട് പരിവർത്തനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുള്ള വിധത്തിൽ കുട്ടികളുടെ മൗലികതയും സർഗാത്മകതയും ഒക്കെ ഉണരുന്ന നിലയിലായിരിക്കണം നമ്മുടെ പഠന പ്രക്രിയയുടെ രൂപം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയം.
ഏകപക്ഷീയമായിട്ടുള്ള മോണോലോഗുകളായിട്ട് ക്ലാസ് റൂമുകളിൽ അത് അവസാനിച്ചു പോകാതെ വിദ്യാർത്ഥിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് തന്നെ പുതിയ ആശയങ്ങളും അറിവുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. കഴിഞ്ഞ ജൂൺ 30-ാം തീയതിയാണ് ഇതേ ഹാളിൽ വെച്ച് പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സർവകലാശാല ബോഡീസിലെ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അത് നമ്മുടെ കരിക്കുലം രൂപീകരണത്തിന് ശേഷം നടന്ന സംഭവമാണ്. ഈ 3 കമ്മീഷനുകളും അവരുടെ റിപ്പോർട്ടുകൾ നൽകിയതിന് ശേഷം അവയുടെ നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും പ്രശസ്ത ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ സുരേഷ് ദാസ് നേതൃത്വം കൊടുത്തുകൊണ്ട് കരിക്കുലം കമ്മിറ്റി പ്രവർത്തിക്കുകയും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹയർ എഡ്യൂക്കേഷന് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. അത് ഒരു മോഡൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആയിരുന്നു. അതിനെ മുൻനിർത്തി സർവകലാശാലകൾ അവരവരുടെ സവിശേഷതകൾ അനുസരിച്ച് ആ കരിക്കുലം കസ്റ്റമൈസ് ചെയ്യുകയും തുടർന്ന് ആ കരിക്കുലം നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഓരോ വിഷയത്തിൻ്റെയും സിലബസുകൾ തയ്യാറാക്കുകയുമാണ് ചെയ്തത്. അതൊക്കെ സമയബന്ധിതമായ നിലയിൽ നല്ലതുപോലെ ചെയ്യാൻ സർവകലാശാലകൾ വലിയ പരിശ്രമം കാഴ്ചവെച്ചു എന്നുള്ളതിൽ ഞാൻ സർവകലാശാല സമൂഹത്തെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കരിക്കുലം വിഭാവനം ചെയ്യുന്നത് വിദ്യാർത്ഥികളെ തന്നെ ആക്റ്റീവ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജ് ആക്കി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സർഗാത്മകമായ ഉടച്ചുവാർക്കൽ ക്യാമ്പസിൽ ഉണ്ടാക്കാൻ ഏറ്റവും അധികം ഉത്തരവാദപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൃത്യതയും വ്യക്തതയും ഉണ്ടാക്കി ക്യാമ്പസിൽ 4 ഇയർ UG പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ട സർഗാത്മകമായ മാറ്റത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് അതുണ്ട് നിങ്ങൾക്ക്. അതിനെ കുറെ കൂടി മൂർത്തമാക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഇന്ന് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. യോഗത്തിൽ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ സെല്ലിലെ 2 റിസർച്ച് ഓഫീസേഴ്സ് വിശദമായിട്ട് തന്നെ അവതരണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കുട്ടികളുടെ മുൻപിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്വേകൾ അവൈലബിൾ ആക്കിക്കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും വലിയ രീതിയിൽ അംഗീകരിക്കുന്ന നിലയിലാണ് പുതിയ കരിക്കുലത്തിന് പുതിയ സമ്പ്രദായത്തിന് രൂപം നൽകുന്നത്. തെരഞ്ഞെടുക്കാൻ വലിയ സാധ്യതയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പണ്ട് കോളേജാണ് ഒരു വിഷയത്തിൻ്റെ ഉപവിഷയമായി പഠിക്കേണ്ട സബ്ബോ കോംപ്ലിമെന്ററിയോ ഒക്കെ തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥിക്ക് തന്നെ അവരുടെ അഭിരുചിക്ക് ഉതകുന്ന വൈഡ് വെറൈറ്റി ഓഫ് ഡിസിപ്ലിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതാണ്. തന്നെയുമല്ല അവരുടെ കർത്തൃത്വത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇവാലുവേഷൻ അടക്കം നടക്കേണ്ടത് എന്നുള്ള രീതിയാണ്. അപ്പം നിരന്തര മൂല്യനിർണയത്തിലൂടെ ഒരു കുട്ടി വിലയിരുത്തപ്പെടണം. അതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ആ നിലയിലേക്ക് കുട്ടികളെ പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുള്ളവരായിട്ട് പ്രചോദിപ്പിച്ചെടുക്കാൻ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. അത്തരത്തിൽ നേരിട്ട് കാര്യങ്ങൾ ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്തു കൊടുക്കുന്ന നിലയിൽ നിന്ന് അവരെ കൊണ്ട് പഠിപ്പിക്കാൻ, അവരെ സ്വയം പഠിക്കാൻ അവർക്ക് സാധിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ വലിയ ചിന്താശേഷിയും ഭാവനാത്മകതയും ഒക്കെ അധ്യാപകർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് കോളേജ് ലെവലിലേക്ക് പോയാലേ ഇത് വിജയിക്കൂ. ജൂൺ 30-ന് കഴിഞ്ഞ കൊല്ലം നടന്ന മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ പെഡഗോജിയിൽ നിന്ന് ആൻഡ്രാഗോജിയിലേക്ക് മാറുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുക പെഡഗോജി അല്ല കോളേജ് തലത്തിൽ വേണ്ടത്, ആൻഡ്രാഗോജിയാണ് വേണ്ടത്. മുതിർന്ന മനുഷ്യരാണ് അവർ. അപ്പൊ അവർക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇന്നത്തെ ലോകത്തിൽ അറിവ് വിരൽത്തുമ്പിലാണ്. പല മാർഗങ്ങളുണ്ട്. ഇന്റർനെറ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈബ്രറികളായാലും അവർക്ക് അവൈലബിൾ ആകുന്ന പുതിയ രീതികളുണ്ട്. ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം അവർക്ക് പ്രാപ്യമാണ്. അതുകൊണ്ട് സ്വയം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ കൂടി കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് പ്രചോദിപ്പിക്കേണ്ടതുണ്ട്. ആ മാറ്റം
സർഗാത്മകമായ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവും എന്ന് ഉറപ്പു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ പ്രിൻസിപ്പൽമാർക്കും ചാർജുള്ള അധ്യാപകർക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം. അതുപോലെ ഈ 4 ഇയർ UG പ്രോഗ്രാം നടപ്പാക്കുമ്പോൾ സിലബസിന്റെ 20% അധ്യാപകർക്ക് സംഭാവന ചെയ്യാവുന്നതാണ്. മൂല്യനിർണയത്തിൽ അവർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇത്തരത്തിലൊക്കെ ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ അധ്യാപക സമൂഹത്തെ എക്യുപ്ഡ് ആക്കണം. ഇനി ജൂലൈ 1-ാം തീയതിയാണ് ഈ പരിപാടിയുടെ ആരംഭം അല്ലെ, സംസ്ഥാന തലത്തിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അതിന് മുൻപുള്ള സമയം എടുത്തുകൊണ്ട് ക്യാമ്പസിലെ ഓരോ അധ്യാപകരിലേക്കും ഈ ഒരു കാഴ്ചപ്പാട് വിനിമയം ചെയ്യാൻ കഴിയുന്ന പരിശീലന പരിപാടി എല്ലാ ക്യാമ്പസുകളിലും നടത്തേണ്ടതുണ്ട്. ഇന്നിപ്പോ ഒരുപാട് പരിശീലനങ്ങൾ ഇതിനകം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് നടന്നു കഴിഞ്ഞു. ധാരാളം അധ്യാപകർ ഇപ്പോൾ ഈ ക്ലാസ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ എക്യുപ്ഡ് ആണ്. അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ അവതരണവും ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പരിശീലനങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം. രണ്ടാമത്, ഈ മാറ്റത്തിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ദ്വിമുഖമായിട്ടുള്ള ഒരു സമീപനത്തിനാണ്. ഒരു ഭാഗത്ത് തൊഴിലുൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും തൊഴിൽ ആഭിമുഖ്യത്തിലേക്കും ഒക്കെ തന്നെ ബിരുദതലത്തിൽ തന്നെ വിദ്യാർത്ഥിക്ക് പോകാൻ കഴിയണം. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് ഇന്ത്യയിൽ പൊതുവിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. സ്കില്ലിൻ്റെ അപര്യാപ്തത, നൈപുണിയുടെ അപര്യാപ്തതയാണ് ഒരു തൊഴിലിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസം കുട്ടിക്കില്ലാതെ പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് തന്നെ കാര്യപ്രാപ്തി വികസനവും നേതൃത്വ ശേഷിയും ഒക്കെ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമുകൾ വ്യാപകമായിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ കലാലയത്തിലും സ്കിൽ എൻഹാൻസ്മെന്റിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇത്തരത്തിൽ സ്കിൽ എൻഹാൻസ്മെന്റിന് അംഗീകാരമുള്ള ഏജൻസികളെ എംപാനൽ ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. ആ എംപാനൽഡ് ആയിട്ടുള്ള ഏജൻസീസിനെ തീർച്ചയായും കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളത് ഉറപ്പാക്കണം. ഏൺ വൈൽ യു ലേൺ എന്നുള്ള ആശയം ഗവൺമെന്റ് കോളേജുകളിൽ 2 വർഷമായി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. വ്യാപകമായിട്ട് എല്ലാ കലാലയങ്ങളിലും ആ ആശയത്തെ പ്രയോഗവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. തൊഴിലാഭിമുഖ്യം പഠിക്കുമ്പോൾ തന്നെ കുറച്ച് സമ്പാദിക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് കുട്ടികൾക്ക് പ്രചോദനമാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലും നമ്മൾ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അവർക്ക് തൊഴിൽ ചെയ്യാൻ സഹായകരമായ വിധത്തിൽ ഉള്ള പുത്തൻ അവസരങ്ങളിലേക്ക് പോകാൻ മാർഗദർശികളായിട്ട് കൂടി ടീച്ചർമാർ മാറേണ്ടതുണ്ട്. ഒരു ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം കലാലയങ്ങളിൽ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല, അത് ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊഴിൽ ഉൽപാദനപരമായ കാര്യമാണ്. വിദ്യാർത്ഥികൾ കോളേജിലേക്ക് വരുമ്പോൾ 2 കാര്യമാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. ചിലർ തൊഴിലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, സാമ്പത്തിക ഭദ്രതയുള്ളതും സ്വയം സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുമായിട്ടുള്ള ഒരു തൊഴിലിലേക്ക് പോകാനാണ് കുറെ കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലർ ആഴത്തിൽ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ തൽപരരായവരാണ്, ഗവേഷണോന്മുഖമായിട്ടുള്ള കാര്യങ്ങളിൽ തൽപരരായിട്ടുള്ളവരാണ്. അപ്പൊ അവർക്ക് എല്ലാവിധ പിന്തുണയും സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് വേറെ ഒരു വശം. തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമാനദായകമായ സംരംഭങ്ങളൊക്കെ തുടങ്ങി സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാൻ കെൽപ്പുള്ള സംരംഭകരായി മാറാനും വലിയ പ്രോത്സാഹനം ഇന്ന് സർക്കാർ നൽകുന്നുണ്ട്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ
സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നൽകി വരുന്നുണ്ട്. ഇതൊക്കെ ക്യാമ്പസുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള യൗവനകാലത്ത് അവരുടെ മസ്തിഷ്കങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും നൂതനമായ ആശയങ്ങളെ നമുക്ക് ഏറ്റെടുക്കണം. അതിനെ സംരംഭങ്ങളൊക്കെ ആയിട്ട് പരുവപ്പെടുത്തണം. സമൂഹത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികളുടെ ഈ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതാണ് ഒരു വശം. അപ്പോൾ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഉറപ്പാക്കാൻ പ്രിൻസിപ്പൽമാരും ഈ 4 ഇയർ UG പ്രോഗ്രാമിന്റെ ചുമതലക്കാരായ അധ്യാപകരും പൊതുവിൽ അധ്യാപക സമൂഹം ഏവരും ചേർന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. മറുവശത്ത് റിസർച്ച് ആക്ടിവിറ്റീസ്, ഇന്റേൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് 4ാം വർഷം ഓണേഴ്സ് ബിരുദവുമായി ബന്ധപ്പെട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും നമ്മൾ നൽകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ല് ആക്റ്റീവ് ആക്കിയിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തിപ്പിക്കണം. റിസർച്ചിന് ആഴത്തിൽ പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്കുള്ള പശ്ചാത്തല സഹായങ്ങളും അതുപോലെ ഗൈഡൻസും നൽകാൻ കഴിയുന്ന എല്ലാ സോഴ്സസും പ്രയോജനപ്പെടുത്താൻ പറ്റണം. അധ്യാപകരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇത് ഉദ്ദേശിക്കുന്ന അളവിൽ വിജയിപ്പിക്കാനാകൂ എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു പുതിയ ക്രമീകരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം. ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ജീവിതം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരാൾക്കും പരാതിയില്ലാത്ത വിധം അപ്പപ്പോ ഇടപെട്ട് ഈ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പപ്പോ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകാവുന്ന വിധത്തിൽ. ഈ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഘടകം, കുട്ടികൾക്ക് ക്രെഡിറ്റ് പുറത്തുനിന്ന് കൂടി ആർജിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അംഗീകാരമാണ്. മറ്റ് കോളേജുകളിൽ നിന്നും മറ്റ് സർവകലാശാലകളിൽ നിന്നുമൊക്കെ ക്രെഡിറ്റ് ആർജിക്കാൻ അവർക്ക് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന ആശയം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. ഒരു കെയറീപ്പ് എന്ന പേര് നൽകിക്കൊണ്ട് ഒരു പുതിയ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിസോഴ്സസിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. അത് വരുന്നതോടുകൂടി അഡ്മിഷന്റെ സമയം, ഇപ്പൊ നമുക്ക് ഇലക്ഷന്റെ കോഡ് നിൽക്കുന്നത് കാരണം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് അഡ്മിഷന്റെ ഘട്ടത്തിൽ സർവകലാശാലകൾ സ്വന്തം നിലയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് അഡ്മിഷൻ നടത്തുന്നത്. അഡ്മിഷൻ പൂർത്തീകരിക്കുമ്പോഴേക്കും നമ്മുടെ കെയറീപ്പ് തയ്യാറായാൽ അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഓരോ കുട്ടിക്കും ഒരു യുണീക്ക് ഐഡന്റിറ്റി നമ്പർ നൽകിക്കൊണ്ട് നമുക്ക് അവരുടെ ബിരുദ പഠനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താൻ സാധിക്കേണ്ടതുണ്ട്. ഒരു ലൈഫ് സൈക്കിൾ കുട്ടികളുടെ സമ്പൂർണമായും ട്രേസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാകുക. അപ്പോൾ അത് വലിയൊരു മാറ്റം നമ്മുടെ അക്കാദമിക് അന്തരീക്ഷത്തിൽ കൊണ്ടുവരുമെന്ന് കരുതാം. സ്വച്ഛന്തമായിട്ടും സ്വതന്ത്രമായിട്ടും മറ്റിടങ്ങളിൽ നിന്നും തങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ എടുക്കാം. ഓൺലൈനായിട്ടും ക്രെഡിറ്റ് ആർജിക്കാൻ പറ്റും. സ്കിൽ കോഴ്സുകൾക്കും ക്രെഡിറ്റ് ഉണ്ട്. NSS, NCC തുടങ്ങിയ ആക്ടിവിറ്റീസിനും ക്രെഡിറ്റ് നൽകും. അപ്പൊ ഇതൊക്കെ തന്നെ വിദ്യാർത്ഥികളെ കുറെ കൂടി സജീവതയുള്ള ചലനക്ഷമതയുള്ള രീതിയിൽ അവരുടെ അക്കാദമിക് ആക്ടിവിറ്റിയെ മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതിനൊക്കെ ആ നിലയിൽ സാധിക്കണമെങ്കിൽ വിദ്യാർത്ഥികളെ നല്ലതുപോലെ സഹായിച്ച് കൂടെ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അധ്യാപകർക്ക് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആർക്കും അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പൊതുവിൽ നമുക്ക് ഈ സമ്പ്രദായത്തിലേക്ക് കുറെ കൂടി മനസ്സ് തുറന്ന് കടന്നു വരേണ്ടതായി വരും. സുധീന്ദ്രനും ഷഫീഖും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള
സംശയങ്ങളും ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കാവുന്നതാണ്. അതെല്ലാം ക്ലിയർ ചെയ്ത് ഈ ഉത്തരവാദിത്തങ്ങളാകെ ക്യാമ്പസിൽ നല്ല നിലയിൽ നടപ്പാക്കാവുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളുമായി പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ 4 ഇയർ UG പ്രോഗ്രാമിനെ തുടർന്ന് PG പഠനത്തിലേക്ക് പോകുമ്പോൾ 4 വർഷ ബിരുദമെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1 വർഷം നഷ്ടമായി കൂടാ എന്നുള്ളത് കൊണ്ട് അവർക്ക് ലാറ്ററൽ എൻട്രി പോലുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കാണുന്നു. PG കരിക്കുലം നമ്മൾ ഇതിന്റെ സമാന്തരമായിട്ട് തയ്യാറാക്കുകയാണ്. അതുപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് PhD പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഓണേഴ്സ് ബിരുദം കഴിയുമ്പോൾ ഇപ്പൊ തന്നെ നേരിട്ട് നെറ്റ് എഴുതാം എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓണേഴ്സ് ബിരുദം കുട്ടിക്ക് നഷ്ടമായിക്കൂടാ, നേട്ടമാകണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ PG കരിക്കുലം നമ്മൾ തയ്യാറാക്കുകയാണ്. അതുപോലെ B.Ed 4 ഇയർ B.Ed കോഴ്സ് എന്നുള്ളതും വഴിയെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഇന്റഗ്രേറ്റഡ് B.Ed എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഓരോ കോഴ്സിനോടും ചേർത്തുകൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ തന്നെ B.Ed കോഴ്സും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് വഴിയെ കടക്കും എന്ന കാര്യം കൂടി ഇപ്പൊ ഇവിടെ അറിയിക്കുകയാണ്. 4 ഇയർ UG പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ തങ്ങളുടെ കലാലയങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി മേഖലകളിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം കാണാൻ കൂടി കഴിയാവുന്ന വിധത്തിൽ ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിക്കുന്ന അന്വേഷണങ്ങളിൽ കൂടി കുട്ടികളെ ഏർപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സമീപനങ്ങൾ. ഇവിടെ അധ്യക്ഷ അത് സൂചിപ്പിക്കുകയുണ്ടായി. ആ നിലയിലുള്ള മാറ്റങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഈ നവകേരളത്തിന്റെ പുതിയ വൈജ്ഞാനിക സമൂഹം എന്നുള്ള ആശയം പറയുമ്പോൾ വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജനപക്ഷ നോളജ് സൊസൈറ്റി, ഒരു പീപ്പിൾ ഓറിയന്റഡ്, പീപ്പിൾ സെൻട്രിക് നോളജ് സൊസൈറ്റിയാണ് നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ കൂടി വ്യാപകമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ NAAC പരിശോധനയുടെയും കൂടി മാനദണ്ഡങ്ങളാണ് എന്നുള്ളത് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ആയാലും ഈ പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമായാലും ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ അന്തരീക്ഷമായാലും ഇതെല്ലാം നമ്മുടെ അക്രഡിറ്റേഷൻ പ്രക്രിയയിൽ കൂടി വളരെ കാതലായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ദിഷണാപരമായ നേതൃത്വം ക്യാമ്പസ് സമൂഹത്തിന് നൽകാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ സജ്ജരായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കൃത്യമായിട്ടുള്ള, കൂടുതൽ ആഴത്തിലുള്ള പ്രസന്റേഷൻസ് ആണ് ഇനി 2 ഇവിടെ നടക്കാനിരിക്കുന്നത്. അത് സശ്രദ്ധം കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതും വിട്ടുപോയതുമായിട്ടുള്ള ചില കാര്യങ്ങൾ മാഷും കൂടി ഇവിടെ സംസാരിച്ചപ്പോൾ ഓർമ്മ വന്നു. അത് നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഉത്കണ്ഠകളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളവരെ ധരിപ്പിക്കണം. ഒരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. അത് കട്ടായമായ കാര്യമാണ്. ഇപ്പോൾ നിലവിലുള്ള വർക്ക് ലോഡ് ആ നിലയിൽ ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം. ഏറ്റവും പെട്ടെന്ന് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ഒരു യോഗം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാവും. അപ്പോൾ വർക്ക് ലോഡിനെ കുറിച്ച് ആങ്ഷ്യസ് ആവാതെ തങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നിറവേറ്റണമെന്ന് അവരോട് പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഭാഷാ അധ്യാപകർക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഭാഷാ അധ്യാപകരെ സംബന്ധിച്ച് വളരെ വലിയ വിപുലമായ സാധ്യതകളാണ് ഇപ്പൊ തുറന്നു കിട്ടുന്നത്. അവർക്ക് തന്നെ പുത്തൻ കോഴ്സുകൾ മുന്നോട്ട് വയ്ക്കാൻ ധാരാളം സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാംസ്കാരിക പഠനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിപുലമായ സാധ്യതകൾ കോഴ്സസ് ഓഫർ ചെയ്യാൻ ഭാഷാ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
കുറച്ച് ഭാവനാശേഷിയും കുറച്ച് കർത്തൃത്വ ശേഷിയും ഉണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഭാഷാ പഠനത്തെ നമുക്ക് മാറ്റി തീർക്കാൻ പറ്റും. അതുപോലെ സ്കിൽ കോഴ്സുകൾ ക്യാമ്പസിൽ നൽകാവുന്നത് ഇതേ അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയ ശേഷിയുമായി ബന്ധപ്പെട്ട സ്കിൽ കോഴ്സുകൾ നമുക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി സാധ്യതകളുണ്ട്. ഇനി സുധീന്ദ്രനും ഷെഫീഖും സംസാരിക്കുമ്പോൾ അവരതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഈ പരാതി പരിഹാരത്തിനുള്ള സംവിധാനങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഉണ്ട് എന്ന് ഉറപ്പ് നൽകേണ്ടതുണ്ട്. പിന്നെ ജൂലൈ 1 തീയതിയാണ് ഇതിന്റെ സംസ്ഥാനതല ലോഞ്ചിങ്. എല്ലാ കലാലയങ്ങളിലും ജൂലൈ 1 കൂടി ക്ലാസ് ആരംഭിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളതായ കാര്യം. ഇപ്പോ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്. ഈ വരുന്ന അക്കാദമിക് വർഷത്തിലേക്ക് ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടർ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും രജിസ്ട്രാർമാർ അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അക്കാദമിക് കലണ്ടർ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അവൈലബിൾ ആണ്. അതനുസരിച്ച് നമ്മൾ പരീക്ഷാ സമയം, അക്കാദമിക് പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ആർട്സ് ഫെസ്റ്റിവലുകൾ, കായിക മത്സരങ്ങൾ, ഇതെല്ലാം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ നടത്താനുള്ള നിലയിലാണ് ആ അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ 4 ഇയർ UG പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത്, സംസ്ഥാനതല ലോഞ്ചിങ് ജൂലൈ 1 തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്കൂളിലൊക്കെ നമുക്ക് പ്രവേശനോത്സവം ഉള്ളതുപോലെ ആ ജൂലൈ 1 തീയതി 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരുന്ന ഒരു സംസ്ഥാനതല പരിപാടി എല്ലാ കലാലയങ്ങളിലും നമ്മുടെ പുതിയ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ചേരുന്ന സ്ഥാപനത്തിന്റെ എല്ലാ അഭ്യുദയകാംക്ഷികളും പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ സംസ്ഥാനതല പരിപാടി സംപ്രേഷണം ചെയ്യുകയും തുടർന്ന് പ്രാദേശികമായിട്ട് മാനേജർമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട്, ജനപ്രതിനിധികളും ഒക്കെ, MLA മാരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രാദേശിക പരിപാടികളും അറേഞ്ച് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം രാവിലെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. അതിന് മുൻകൈ എടുക്കേണ്ടത് നിങ്ങളാണെന്ന് ഞാൻ കൂടി സ്നേഹപൂർവ്വം സൂചിപ്പിക്കുകയാണ്. എനിക്ക് കുസാറ്റിൽ ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിപ്പോയി നിർഭാഗ്യവശാൽ. അപ്പൊ ഇനിയും താമസിച്ച റോഡ് ഇപ്പൊ ശരിയായ നിലയിലല്ല എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള അവതരണങ്ങളും കൂടി കഴിഞ്ഞ് സംശയ നിവാരണത്തിന് നമ്മുടെ സുധീന്ദ്രനും ഷെഫീഖും ഇവിടെ ഉണ്ടാവും. പോകാൻ അനുവദിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വർക്ക് ലോഡിന്റെ കാര്യത്തെ സംബന്ധിച്ച് ആരും ആകുലപ്പെടേണ്ടതില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് എന്ന് എല്ലാ അധ്യാപകരെയും ധരിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവാണ്.